പരിചയമില്ലാത്ത ആരെങ്കിലും അയ്യോ അയ്യോ ഇതൊക്കെ എന്തെന്നറിയാം? ഇല്ല, അതെന്താണ്? പണ്ട് നടുക്ക് കാർപ്പറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ കാർപ്പറ്റ് സ്ലിപ്പ് ചെയ്ത് വീഴാതിരിക്കാൻ വേണ്ടി വെച്ചിരുന്ന. ഓ അത് ശരി. ഇത് പക്ഷെ നമ്മളിപ്പോ പോളിഷ് ചെയ്താണോ അല്ലെങ്കിൽ ഇപ്പൊ പോളിഷ് ചെയ്താണോ? അതാണ് ഇത്രയും തിളക്കത്തിലിരുന്നപ്പോ ഞാൻ വിചാരിച്ചത് എന്താണെന്ന്. ഈ ഫോട്ടോസ് ഒക്കെ ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്. ഇതെന്താ സാർ ഇത്? പുതിയത് വേറെ ആരും കൊടുത്തതാണ്. ആണോ? ഇതിൽ ഒറ്റ പടി മാത്രമേ സൗണ്ട് കേൾപ്പിക്കൂ. അതെന്തുകൊണ്ടാണ്? ഈ പടിയല്ലേ? പരിചയമില്ലാത്ത ആരെങ്കിലും അയ്യോ കുഴപ്പമില്ല. അയ്യോ അദ്ദേഹം ഒന്നാമത് ഉറങ്ങിയിരിക്കുകയാണ്. രാത്രി ആരെങ്കിലും നടക്കുകയാണെങ്കിൽ ഇതില് മാത്രം ഒച്ച കേൾക്കോ? അപ്പൊ നമുക്കറിയാം ആരെങ്കിലും നടക്കും. അതിന് വേണ്ടിട്ട് ഒച്ച കേൾക്കാൻ വെച്ചേക്കുന്നതായിരിക്കും അല്ലേ? നമ്മളിപ്പോ നിൽക്കുന്നത് കവടിയാർ കൊട്ടാരത്തിന്റെ വടക്ക് സൈഡിലാണ്. അതായത് ഈ വഴിയിലൂടെയാണ് കവടിയാർ കൊട്ടാരത്തിലെ കുടുംബാംഗങ്ങൾക്ക്, രാജകുടുംബാംഗങ്ങൾക്കുള്ള എൻട്രി. നമ്മൾ ആദ്യം കണ്ട തെക്ക് സൈഡ് എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള ഗസ്റ്റുകൾക്ക് വരാനുള്ള എൻട്രി ആണ്. അപ്പൊ നമുക്ക് ഇതിലൂടെയാണ് അങ്ങോട്ട് ചെന്ന് ബാക്കി എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നോക്കാം. ഓഫീസാണ്. ഓഫീസ്. ഓ ഓ പാലസ് ഓഫീസ്. ഇത് എന്ത് ഓഫീസാണ്? പാലസ് ഓഫീസ്. സെക്രട്ടറി ഒക്കെ ഉണ്ടായിരുന്നപ്പോ വരുന്നുണ്ട്. ഓ ഇപ്പോഴും ആരുള്ള? ഇപ്പോഴും ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റർ. ഇവിടെ നേരത്തെ പണ്ട് എന്തായിരുന്നു? ഇത് പണ്ട് പൂജയൊക്കെ നടന്നുകൊണ്ടിരുന്ന കെട്ടിടങ്ങളാ. ഇതും അപ്പുറത്തുള്ളതും നമ്പൂരിമാരൊക്കെ കൊണ്ട് താമസിച്ചുകൊണ്ടിരുന്നു. ഓ അത് ശരി. പിന്നീട് നമ്മൾ അതിലെ അതെ പശുക്കുട്ടികൾക്കൊരു വീടാക്കിയല്ലേ? അതെ. ഇത് രണ്ടാമത് കെട്ടിയതാ ഇതല്ലേ? പശുക്കുട്ടിയുടെ. ഓ അത് അങ്ങോട്ട് കഴിവാണോ? ശരി. ഇതില് പുതിയ ആൾക്കാരൊക്കെയാ ഇതൊക്കെ? ഇവരെ ഇതാണ് വെച്ചൂർ പശുവാണോ ഇത്? ഇതാണ് വെച്ചൂർ കാള. ഓ ഇവര് മൂന്നുപേരാണ് വെച്ചൂർ പശുക്കൾ അല്ലേ? അടുത്തുനിന്ന് തുണി തിന്നും, പാന്റൊക്കെ തിന്നും. നമുക്കിവിടെ എത്ര പശു ഉണ്ട്? 10-30 അടുപ്പിച്ചുണ്ട്. എത്ര ലിറ്റർ പാൽ ഒരു ദിവസം കിട്ടും? അത് 70-80 ലിറ്ററൊക്കെ പാല് കിട്ടും അല്ലേ? കുട്ടിക്കാലത്തും ഉണ്ടായിരുന്നു ഒരുപാട് പശുക്കളാ. പിന്നെ ഇടയ്ക്ക് ഒരു 10-20 വർഷം പശുക്കളെ ഇല്ലായിരുന്നു. ഒന്നില് തുടങ്ങിയതാ. തുടങ്ങിയാണ് ഈ 30 എണ്ണത്തിലേക്ക് എത്തിയതല്ലേ? അത് ശരി. പിന്നെ ഫാനൊക്കെ ഉണ്ട്. നല്ല ചൂടല്ലേ? ശരിയാ, നല്ല ചൂടാ. അപ്പൊ ഇവർക്ക് ഫാനൊക്കെ വേണം അല്ലേ? ഇനി പാട്ടും കൂടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറെ കൂടെ പ്രൊഡക്റ്റീവ് ആവുമെന്നാണ് കേട്ടിട്ടുള്ളത്. പാട്ടും ഉണ്ടല്ലേ? പാട്ടില്ലേ? ഞങ്ങളെല്ലാരും കണ്ടല്ലോ, വെച്ചൂർ പശുക്കളെയും എല്ലാരെയും കണ്ടല്ലോ അല്ലേ? ആ കളകളനാദം കേട്ടില്ലേ? എത്ര പേര് ഇവിടെ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്? ഇവിടെ കുറച്ച് പേരുണ്ട്. എന്നാലും ഒരു 10-50 പേരുണ്ടാവോ? എല്ലാരും കൂടെ ചേർത്ത് ഒരു 10-30 പേര് കാണും.